കരയല്ലേ മോളെ? 25 lakhs ഇത് പറ്റില്ല കേട്ടോ. കമ്മീഷൻ ചോദിച്ച് വിളിക്കുന്നതാണ്. എന്റിക്ക നിങ്ങളിങ്ങനെ വലിച്ചു കയറ്റാതെ ആരെങ്കിലും വിളിച്ചാ മോന്റെ വിവരമെല്ലാം കിട്ടിയെന്ന് ചോദിക്കാം. കൊച്ചി മുഴുവൻ നമ്മുടെ പിള്ളേരാണ്. അവരുടെ കണ്ണു വെട്ടിച്ച് ആന്റണി പോവില്ല. അവൻ കാശും കൊണ്ട് മുങ്ങിയ കാര്യം ദുബായിൽ നിന്ന് വന്ന ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ അറിയുന്നത്. ഒരു ദാതയും പിള്ളേരും. ആ മീശ പറിച്ച് കളയണ്ട. നാളെ ഏതെങ്കിലും ATM മുന്നിൽ സെക്യൂരിറ്റി ആയിട്ടെങ്കിലും നിൽക്കാം. എന്താടാ വല്ല അറിഞ്ഞ? എന്നാലും ഏത് പോയി ഒളിച്ചാത്തണ്ടി. നിങ്ങൾ ആന്റണിയെ പൊക്കിയാലും ഇല്ലെങ്കിലും ഈ ഇടപാടിനുള്ള എന്റെ ഷെയറും കൊണ്ടേ ഞാൻ പോവൂ. ഈ തന്ന കാശും കൊണ്ട് എന്നെ ഒതുക്കാൻ നോക്കല്ലേ. നീ ബേജാറാവാണ്ട് അവിടെ ഇരി ജേക്കെ. ദുബായിനെ പറ്റി നിന്റെ കാശിന്റെ കാര്യം ഞാൻ ഇക്കായോട് സംസാരിക്കായിരുന്നു. ആരാ ചെയ്തെന്നുള്ളത് ഇക്ക അന്വേഷിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ വട്ടോളിയെ കണ്ടിരുന്നു. ജയകൃഷ്ണ, എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ നിനക്കറിയാം. 5-6 വർഷം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. എൻ്റെ കാശ് എനിക്ക് വേണം. ആയിക്കോട്ടെ. കായ അറബിത്തല വേണോ അതോ ഗാന്ധി തല വേണോ? അതെ, ഇത് എന്റെ സ്ഥലവാ. ഇവിടെ വന്ന് ഓവർ സ്മാർട്ട് കളിച്ചാലുണ്ട്. ജയകൃഷ്ണ, ആ പണത്തിനൊരു ജീവന്റെ വിലയാണ്. എൻ്റെ ആശയുടെ ജീവന്റെ. എനിക്ക് ആ പണം തിരിച്ചു വേണം. ഐ വാണ്ട് ദാറ്റ് മണി ബാക്ക്. എത്ര? 25 ലക്ഷം. ബാക്കി? എടോ, പറയുന്ന വാക്കിന് വില വേണം. അവളല്ലേ പറഞ്ഞത് 40 ലക്ഷവും പോസ്റ്റ് ഡേറ്റഡ് ചെക്കും എന്നൊക്കെ. 5 മണിക്ക് മുമ്പ് നിങ്ങൾ അതിവിടെ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ അത് സമ്മതിച്ചത്. എവിടെയാ പറഞ്ഞവള്? കാശിന് വേണ്ടി പോയതാ. ഫോൺ ഓഫാ. ഫോൺ ഓഫ് ആണോ? എനിക്കത് അപ്പോഴേ അറിയാം. എന്നാ അവള് കാശ് കൊണ്ടുവരും. ആവശ്യം എന്താന്ന് വിചാരിച്ച് എന്നും പറയാന്ന് വിചാരിക്കണ്ട. പറഞ്ഞ എന്താണോ പറഞ്ഞത്? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാൻ നോക്കണ്ട. ഇറങ്ങ് പുറത്ത്. ഇറങ്ങ. ഡോ, ഇനി ആ 75 ലക്ഷം രൂപ മൊത്തം കൊണ്ടുവന്നാലും തന്റെ ഭാര്യയ്ക്ക് മാപ്പെഴുതി തരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മനസ്സിലായോ? എങ്ങോട്ട് പോകാനാണ് സാറേ? ഹോട്ടൽ മെർമെയ്ഡ്. സൈറ കൊച്ചിൻ ആൻസറിംഗ്. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ചേരിക്കടുത്തുള്ള ഹോട്ടൽ മെർമെയ്ഡിലുണ്ട്. ഓവർ. അപ്പൊ കുഞ്ഞിക്ക ഞാൻ വിളിക്കാം. മണിക്കൂറത് പിടിക്കില്ല പുഷ്പേ. ഓട്ടോയിൽ കയറിയപ്പോഴേ ശ്രദ്ധിക്കുന്ന എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. ഈ ദുനിയാവിലെ ഓരോ മനുഷ്യന്മാർക്കും ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് നല്ലത്, മറ്റു ചിലവർക്ക് മോശം. കുറച്ച് ദിവസങ്ങളായി എൻ്റെ സമയം മോശമാണ്, പ്രത്യേകിച്ച് ഇന്ന്. മൂപ്പരെന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. വാഴ്വേ മായം ഇന്ത വാഴ്വേ മായം. അവിടെ നിന്ന് എങ്ങോട്ടാ? രാവിലെ റൂം എടുത്തിരുന്നു. ID പ്രൂഫ് ഉണ്ടോ? സാർ, ദുബായ് ലൈസൻസ് അല്ലേ? അതെ. പൊയ്ക്കോ. ID-യിലൊന്നും ഒരു കാര്യമില്ലല്ലേ സാറേ? സാർ
എല്ലാ ഗേറ്റുകളും കവർ ചെയ്തിട്ടുണ്ടല്ലോ സർ. നിങ്ങൾ ആ പുള്ളിന്റെ സൈഡിലേക്ക് പോയിക്കോ. യെസ് സാർ. പുറത്തേക്ക് ആരും പോയിട്ടില്ലല്ലോ. ഇല്ല. താൻ ഈ ഗ്രൂപ്പിലായിരുന്നു. അല്ല സർ. നിങ്ങൾ ബാക്ക് ഗേറ്റിന് അങ്ങോട്ട് പോയിക്കോ. ചൊല്ലത് ഞാൻ പോകും പോത്. അയ്യോ കരയിലേ കരയിലേ മോള് കരയിലേ ഉറങ്ങിക്കോ മോളെ ആവേ എല്ലാം കഴിയുമ്പോ കാശില്ലെന്ന് പറയാൻ ഞാനെന്താ പുതുസ്വത്താ? ആര് പറഞ്ഞു കാശില്ലാന്ന്? ഇങ്ങ് വന്നേ. സാരിയൊക്കെ പിന്നച്ചിട്ട് ഇത് കണ്ടോ, ഇതിൽ 7ാമത്തെ പേജിൽ എഴുതിക്കും, 8ാമത്തെ പേജിൽ തമ്മന റാണിയുടെ പറ്റെഴുതുന്ന. എന്റെ സ്വഭാവം മാറ്റരുത്. എന്റെ പുഷ്പ, ഓ, എന്റെ പൊന്നു. ഒലിപ്പിക്കല്ലേ ശശി, ഒലിപ്പിക്കല്ലേ. അങ്ങ് സ്വർഗം കാണുമ്പോ വിളിക്കുന്ന വിളിയുണ്ടല്ലോ, അത് ഈ പുഷ്പയുടെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് എന്റെ കാശിതാ. കാശ് മേടിച്ചോണ്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. എന്നാ പാലാരിപ്പെട്ട ശശി ഒന്ന് കാശൊന്ന് മേടിച്ചേടി. ആ മേടിക്ക. ആഹാ, അത് ശരി. അപ്പൊ കളി കാര്യമായോ? കൊള്ളാവല്ല പെണ്ണ. ഇതില് സോപ്പില്ലേ? അവളെടുത്ത് അലവരാതി ചാവും. ഇതെങ്കി ഇത് കുഞ്ഞിക്ക മതി, നിർത്ത്. എന്താണ് ഇത്ര നേരത്തെ? ഇതെന്താ 2020 ആയിരുന്നാ? ഇന്ന് ടെസ്റ്റ് ആണെന്ന് വെച്ച് ഞാൻ 2.5 അടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങോട്ട് പോയി ബാഗൊന്നും കണ്ടില്ലല്ലേ? എവിടുന്ന് ഒപ്പിച്ച്? കുഞ്ഞിക്ക ആ. ഇതൊന്ന് തുറന്നേ, പൊട്ടിച്ചാലും വേണ്ടില്ല.